الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر وذلك هو الفوز العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധയോടെ കണിശതയോടെ പുലർത്തണമെന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂടെ ആയിത്തീരാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസി അവന്റെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്നത്, അവന്റെ ഈ ആകത്തുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ പര്യാപ്തമായ സ്വർഗം കരസ്ഥമാക്കുക എന്നതാണ്. കുറച്ചൊക്കെ കഷ്ടപ്പാടുകളും വേദനകളുമൊക്കെ നഷ്ടങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ വിശ്വാസി അവന്റെ ഈ ജീവിതകാലം കഴിച്ചുകൂട്ടേണ്ടി വരും എന്നതും അതിന്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് അല്ലാഹു സ്വർഗം നൽകുന്നത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അനുഭൂതിദായകമായ, നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സ്വർഗത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ അറിയിക്കുന്നത്. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു പറയുന്നതായി പ്രവാചകൻ നമ്മോട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അഅദത്തു ലിഇബാദി, എന്റെ അടിമകൾക്കായി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം ഏതാണെന്ന് അറിയുമോ? മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, പ്രവാചകന്മാരും മലക്കുകളും അടങ്ങുന്ന ആരം, അവർക്കൊന്നും കാണാനോ കേൾക്കാനോ പോലും കഴിയാത്ത അത്ര നിഗൂഢമാക്കി വെച്ച സ്വർഗം, അത് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്.
അതുകൊണ്ട് തന്നെയാണ് വിശ്വാസി പലതും ക്ഷമിക്കുന്നതും സഹിക്കുന്നതും എന്ന് നമുക്കറിയാം. ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് അടിച്ചമർത്തലുകളുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. അതിന്റെ പിന്നാമ്പുറത്തൊന്ന് കാത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് എല്ലാം കാണുന്ന പടച്ചവൻ ആ നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം തരും എന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഉള്ളത്. നമുക്ക് അനുഭവിക്കുവാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതെയാക്കുമ്പോൾ, നമ്മുടെ ഭക്ഷണത്തെ പോലും ഇല്ലാതെയാക്കുമ്പോൾ, നമ്മുടെ ആരാധനാലയങ്ങൾക്ക് പോലും അവിടെയൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾക്കൊക്കെ വേദനയുണ്ട്. ഒരു പള്ളി തകർത്തിട്ട് 10-25-22 വർഷങ്ങൾ കഴിഞ്ഞു. അതിന്റെ ഒരു ഓർമ്മയുള്ള ദിനം കൂടിയാണ് ഇന്ന്. മറ്റു പല പള്ളികൾക്കുമേലും അവകാശവാദങ്ങളുമായി വരുന്നു. വിശ്വാസികളുടെ ആരാധനാലയങ്ങൾക്ക് പൂട്ടിടുന്ന കാലം, വിശ്വാസികൾക്ക് അള്ളാഹു അനുവദിച്ച ഭക്ഷണം അത് അനുവദിക്കാതിരിക്കുക, അത് കഴിക്കാതിരിക്കാനുള്ള നിയമങ്ങളും മറ്റുമായി പല സംസ്ഥാനങ്ങളും മുമ്പോട്ട് വരുന്നു. പലതായ രീതിയിൽ ഇങ്ങനെ പല പരീക്ഷണങ്ങളുമുണ്ട്. പല ആളുകളും പലതായ രീതിയിൽ വിശ്വാസത്തിന്റെ പേരിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. ഭരണാധിപന്മാർ അങ്ങനെ, അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ അങ്ങനെ. നോക്കൂ, നിങ്ങൾ ഫിർഔനിന്റെ കാലഘട്ടം നമ്മൾ പഠിച്ചു. ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഫിർഔൻ എന്ന അക്രമിയായ ഒരു ഭരണാധിപൻ ആ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തുകയാണ്. അവിടെ ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടി അവിടെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവിടെ ക്ഷമിക്കുകയാണ്. ആ പ്രതിസന്ധികളൊന്നും ഒരു പ്രതിസന്ധി അല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഘട്ടങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അവിടെ വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവിടെ ഏതാണ് ശരിയെന്നും ഏതാണ് ശക്തിയെന്നും ഏതാണ് സത്യമെന്നും തെളിയിക്കാനുള്ള വേദി ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് ജാലവിദ്യക്കാരും മറുഭാഗത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഹാറൂൻ നബിയും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അവരുടെ മത്സരം നടത്തിക്കുകയാണ് ഫിർഔൻ. എന്നിട്ട് സമൂഹത്തെ മുഴുവൻ വിളിച്ചുകൊണ്ട് അതൊരു വലിയ ആഘോഷമാക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫിർഔന്റെ സമ്പത്തും ഫിർഔന്റെ സ്വാധീനവും കൊണ്ടുവന്ന അവിടുത്തെ ജാലവിദ്യക്കാരും ഇവിടെയും തമ്മിലുള്ള മത്സരം നടക്കുന്ന സന്ദർഭത്തിൽ ആ ജാലവിദ്യക്കാർ ഒന്നടങ്കം അവർ സുജൂദ് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. കാരണം അവർ നിർവഹിച്ചത് ജാലവിദ്യയാണ് എന്നതും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചത് അത് ഒറിജിനലാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് ആ ഘട്ടത്തിൽ അവർ അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ എന്നത്. എന്നിട്ട് അവിടെ ഫിർഔൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഖാല ആമൻതു ലഹു ഖബ്ല അൻ ആദന ലക്കും ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകുമുസ് സിഹ്ർ ഫലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് വലഉസല്ലിബന്നകും ഫീ ജുദുഇൻ നഖൽ. എന്നിട്ട് ഫിർഔന്റെ പ്രഖ്യാപനമാണ്, അത് ശരി, ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന നിങ്ങൾ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ മൂസായിൽ വിശ്വസിക്കുന്നുവല്ലേ, പടച്ചോനിൽ വിശ്വസിക്കുന്നുവല്ലേ, അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളുടെ കൈകാലുകൾ ക്രോസിന് വെട്ടി ഞാൻ നിങ്ങളെ പ്രയാസത്തിലാക്കും, നിങ്ങളെ ഞാൻ കുരിശിലേറ്റിക്കളയും, അങ്ങനെ നിങ്ങളെ തകർത്ത് നശിപ്പിച്ചു കളയും എന്ന് ആ ജാലവിദ്യക്കാരോട് ഫിർഔന്റെ പ്രഖ്യാപനം. അവിടെ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഖാലു ലൻ നുഅ്ദിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി ഫഖ്ലി അൻത ഖാദിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ. നിന്റെ വിധി, നിന്റെ വധിക്കൽ ഇതൊക്കെ ഒരു വട്ടല്ലേ ഉള്ളൂ, ഈ ലോകത്ത് വെച്ചല്ലേ നടക്കുള്ളൂ, അതുകൊണ്ട് അതൊക്കെ നീ വിധിച്ചോ, എന്ത് വിധിച്ചാലും ഞങ്ങളത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം. കാരണം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ആ പടച്ച തമ്പുരാനിൽ എന്ന്. ഇങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് വിശ്വാസിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന എന്ത് പ്രതിസന്ധിയും എന്ത് പരീക്ഷണവും എന്ത് കഷ്ടനഷ്ടങ്ങളും ഒരു ഉന്നത സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കാനും ത്യജിക്കാനും സഹിക്കാനും വിശ്വാസി തയ്യാറാണ് എന്നതാണ് ആ പറഞ്ഞതിന്റെ ഉദാഹരണം. വിശുദ്ധ ഖുർആൻ ആർക്കാണ് സ്വർഗം എന്ന്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്ക്, വിശ്വാസികളായ ആണിനും പെണ്ണിനും പടച്ച തമ്പുരാന്റെ വാഗ്ദാനമാണ് സ്വർഗം. വിശ്വാസികളായ ആണിനും പെണ്ണിനും പടച്ച തമ്പുരാന്റെ വാഗ്ദാനമാണ് സ്വർഗം. ജന്നാത്തി അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടം അരുവികളും തെനാറുകളും ഒക്കെയുള്ള തോട്ടം. ഖാലിദീന ഫീഹ, ശാശ്വതരായിരിക്കും അവർ അതിൽ.
വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി ആദിൻ, വിശിഷ്ടമായ പാർപ്പിടങ്ങളുള്ള സ്ഥിരത്തോട്ടങ്ങൾ, സ്ഥിരതാമസങ്ങൾ, സ്ഥിര സൗകര്യങ്ങൾ. അതുമാത്രമല്ല വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ഏറ്റവും പ്രീതി നിറഞ്ഞ തൃപ്തി, അള്ളാഹുവിന്റെ വിശിഷ്ടമായ തൃപ്തിയും അവിടെ കരസ്ഥമാക്കാൻ സാധിക്കും. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് ഉന്നത വിജയം എന്ന്. നോക്കൂ നിങ്ങൾ, സ്വർഗം അതാണ്. സ്വർഗം ആർക്കുള്ളതാണ്? ഇന്ന് പലർക്കും സംശയമാണ്. സ്വർഗം ഇന്ന ആളുകൾക്കൊന്നും സ്വർഗമില്ലെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ടതില്ല, അതല്ലെങ്കിൽ അവരൊന്നും പോകാത്തൊരു സ്വർഗം ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ ഒരാൾ പറയാൻ തുടങ്ങിയാൽ അങ്ങനെയൊന്നുമല്ല സ്വർഗം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു നിർത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കൊടുത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു. അത് നമ്മളൊക്കെ എണ്ണിപ്പറഞ്ഞ പഠിച്ച വ്യക്തിയാണ്. മഹാനായ അബൂ ത്വാലിബ് എന്ന് പറയുന്ന വ്യക്തി. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ മൂത്താപ്പ. ആ മൂത്താപ്പക്ക് സ്വർഗം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. മരണവേളയിൽ ആ മൂത്താപ്പയോട് മുമ്പിൽ ചെന്നുകൊണ്ട്, മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ എന്ന് പറഞ്ഞിട്ട്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ഘട്ടം ഇല്ല. ആ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാതെ, എന്നാൽ എല്ലാവരും ആരൊക്കെ എന്തൊക്കെയാണോ പ്രവാചകന് ചെയ്തു കൊടുക്കേണ്ട സംരക്ഷണം, അതിനേക്കാളൊക്കെ മുകളിൽ പ്രവാചകനെ ഈ ദഅവത്തിന് സഹായിച്ച മൂത്താപ്പ എന്നാൽ അവിശ്വാസിയായിരുന്നു. അള്ളാഹു ഇടപെടുകയാണ്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. പ്രവാചക മുഹമ്മദേ, താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ നിർവഴിയിലേക്കോ സ്വർഗത്തിലേക്കോ കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയില്ല. ഞാൻ ഉദ്ദേശിക്കുക വലകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കണം, ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ കിട്ടൂ എന്ന് പറയുന്ന, അങ്ങനെ പടച്ചോൻ പറഞ്ഞിട്ട് ആ റസൂലിന് പോലും അങ്ങനെ നിർവഹിക്കാൻ, അങ്ങനെ ഒരാളെ സ്വർഗത്തിലേക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു മഹത്തായ കേന്ദ്രമാണ് സ്വർഗം. അതുകൊണ്ട് അത് നേടിയെടുക്കാൻ അള്ളാന്റെ ഔദാര്യം കിട്ടണം. നമ്മുടെ വിശ്വാസം മാത്രമാണ് അതിന്റെ മാനദണ്ഡം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇതാണ് അതിന്റെ മാനദണ്ഡം വെച്ചിട്ടുള്ളത്. വിശ്വസിക്കുക, അതനുസരിച്ച് സൽക്കർമ്മം ചെയ്യുക. വിശ്വാസം മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് സൽക്കർമ്മം ചെയ്തതുകൊണ്ട് സ്വർഗം കിട്ടില്ല എന്നതാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്നതാണ്. മറ്റൊന്ന്, വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിനെയും അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. ജീവിതത്തിൽ അതാണ് ഉണ്ടാവേണ്ടത്. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് അനുധാവനം ചെയ്ത് അവർ പഠിപ്പിച്ച വിശ്വാസവും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നിർവഹിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സ്വർഗം. അവർക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ആ സ്വർഗം കരഗതമാക്കാൻ കഴിയും എന്നതാണ് ഖുർആന്റെ പ്രഖ്യാപനം. അതാണ് വിശ്വാസി പ്രതീക്ഷിക്കുന്ന സ്വർഗം, വിശ്വാസി പ്രതീക്ഷിക്കേണ്ട സ്വർഗം. അത് കിട്ടാൻ നമുക്ക് സൗഭാഗ്യം ലഭിക്കുമോ എന്നതാണ് നമ്മൾ പരീക്ഷിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ചോദിക്കേണ്ടതും എന്നതാണ്. സ്വർഗം അനശ്വരമാണ്, നശിക്കാത്തതാണ്. എന്നെന്നും അത് ലഭ്യമാകും, എന്നെന്നും അതിന് അനുഭൂതി അനുഭവിക്കാൻ കഴിയുന്നതുമാണ്. താൽക്കാലികമല്ല സ്വർഗം എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ത്വരയാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. പിന്നീട് കഷ്ടപ്പാടുകളില്ല, പിന്നീട് പരീക്ഷണങ്ങളില്ല, പിന്നീട് ഒരുപാട് നൂലാമാലകളില്ല, ഒന്നുമില്ല. അവന് സ്വതന്ത്രമായി വിടുകയാണ് പടച്ച തമ്പുരാൻ. ഖുർആൻ പറയുക, അമ്മല്ലദീന സുഇദൂ ഫഫീ അൽ ജന്നതി ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ്. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പ്രഖ്യാപിക്കുന്നത് സൗഭാഗ്യവാന്മാരാണവർ. സ്വർഗം കൊണ്ട് സൗഭാഗ്യം ലഭിക്കപ്പെട്ട ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതരായിരിക്കും. അവർ ആകാശഭൂമികൾ നിലനിൽക്കുന്നിടത്തോളം കാലമെന്ന് പറഞ്ഞുകൊണ്ട ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്നെന്നും അത് നിലനിൽക്കും. അതുകൊണ്ട് അതൊരു വല്ലാത്ത അനുഭൂതിയുള്ള, ശാശ്വതത്വം നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന ഒരു വല്ലാത്ത അനുഭൂതിയുള്ള ഒന്നാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ആ സ്വർഗമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മാത്രമല്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ച ആളുകൾ നരകത്തിലേക്കും ഇങ്ങനെ രണ്ടും ആക്കി തിരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ മരണത്തെ നിർത്തലാക്കുകയാണ്. പിന്നീട് മരണമില്ല.
പിന്നീട് മരണമില്ല എന്നതാണ്. സ്വർഗത്തിലുള്ളവർ എന്നെന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു, നരകത്തിലുള്ളവർ എന്നെന്നും നരകത്തിലും ജീവിക്കുന്നു. രണ്ടുപേർക്കും മരണമില്ലാത്ത ഒരു ഘട്ടം. എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, യാ മുനാദി യുനാദി യാ അഹ്ലൽ ജന്ന ലാ മൗത വയാ അഹ്ലൻ നാർ ലാ മൗത. സ്വർഗത്തിന്റെ ആളുകളെ ഇനി മരണമില്ല കേട്ടോ, പ്രഖ്യാപിക്കുന്നു അവിടെ. നരകത്തിന്റെ ആളുകളെ ഇനി മരണമില്ല കേട്ടോ, അനുഭവിച്ചു കൊള്ളുക എന്ന പ്രഖ്യാപനം. ഫയസ്ദാദു അഹ്ലൽ ജന്നതി ഫർഹൻ ഇലാ ഫർഹിഹിം. സ്വർഗാവകാശികൾക്ക് അവരുടെ സന്തോഷത്തിന്മേൽ സന്തോഷം പടച്ചോൻ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. വയസ്ദാദു അഹ്ലൻ നാരി ഹുസ്നൻ ഇലാ ഹുസ്നിഹിം. നരകാവകാശികൾക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം നൽകിക്കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും എന്ന്. ഈ രീതിയിലാണ് സ്വർഗ നരകങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്തിപ്പെടാനുള്ള ഒരു മേഖല അതേതാണ് എന്നതും, ആ മേഖലകളിൽ എത്തിപ്പെടാൻ കഴിയുമോ എന്നതും, ആ മേഖലകളിൽ എത്തിപ്പെടാനുള്ള വഴി എന്താണ് എന്നതും അവന്റെ ഈ കുറഞ്ഞ കാലയളവിൽ അവൻ പഠിച്ചെടുക്കേണ്ടതാണ്, അവൻ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്, അവൻ അതിന് പണിയെടുക്കേണ്ടതാണ്. സമയമില്ല ഒരു മനുഷ്യന് എന്ന് കൃത്യബോധ്യം മനുഷ്യനുണ്ടാവണം. ഈ ദുനിയാവിൽ എണ്ണപ്പെട്ട ദിനങ്ങളാണ്. അത് എത്ര വയസ്സ് വരെ കിട്ടുമെന്നതിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത അത്ര നിസ്സാരനും നിസ്സഹായനുമാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായി എന്നെന്നും നിലനിൽക്കേണ്ട ആ സൗഭാഗ്യം ലഭിക്കുവാൻ ഇവിടെ എന്ത് പരീക്ഷണം നടത്തേണ്ടത്, ഇവിടെ എന്ത് ത്യാഗമാണ് സഹിക്കേണ്ടത്, ഇവിടെ എന്ത് ശ്രദ്ധയാണ് പതിപ്പിക്കേണ്ടത്, ഇവിടുത്തെ വിശ്വാസം, ഇവിടുത്തെ അനുഷ്ഠാനം, ആചാരം എന്നിവയിലൊക്കെ എത്ര കണിശതയുണ്ടായിരിക്കണം എന്ന് അവനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവണം എന്നതാണ്. സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് പേരുകൾ പറയുന്നു. അത് തന്നെ കേൾക്കുമ്പോൾ ഒരു അനുഭൂതിയാണ് വിശ്വാസിക്കുണ്ടാകുന്നത്. ജന്നാത്തി എന്നതും ജന്നത്തി എന്നതുമാണ് അതിന്റെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന പേര്. തോട്ടമാണ്, അരുവിയാണ്, സുഖാഡംബരങ്ങളുള്ള ആസ്വാദനങ്ങളുള്ള തോട്ടത്തെക്കുറിച്ച്. അതുപോലത്തെ ദാറുസ്സലാം സുരക്ഷിതമായ ഭവനമാണ്, ടെൻഷൻ ഇല്ലാത്ത പ്രയാസമില്ലാത്ത ഭവനമാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ഈ ദാറുസ്സലാമിലേക്കാണ് അള്ളാഹു ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ. അതുപോലെ തന്നെ ദാറുൽ ഖുൽദ് ശാശ്വത ഭവനമാണ്. അള്ളാഹു പറയുന്ന പേരുകൾ അങ്ങനെയാണ്. അതുപോലെ ദാറുൽ മുഖാമ നിലനിൽപ്പിന്റെ ഭവനമാണ്. ജന്നത്തുൽ മഅ്വ അതുപോലെ തന്നെ ഭക്തിയും അഭയവുമുള്ള അഭയത്തിന്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ദാറുൽ ഹയവാൻ യഥാർത്ഥ ജീവിതം നൽകുന്നതാണ്. ജന്നാത്തുൽ ഫിർദൗസ്, ഫിർദൗസ് എന്ന ഉന്നത സ്വർഗമാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകൾ. ജന്നാത്തുൻ നഈം സുഖാനുഭൂതിയുടെ സ്വർഗം, മഖാമുൽ അമീൻ നിർഭയ സങ്കേതം, റഹ്മത്ത് കാരുണ്യം, ഹുസ്ന ഏറ്റവും മികച്ചത്, മഖഅദു സിദ്ഖ് ഏറ്റവും സത്യത്തിന്റെ ഇരിപ്പിടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ ഈ നാമങ്ങൾ തന്നെ സ്വർഗത്തെ എത്രത്തോളം സുന്ദരമാക്കിയിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത് എന്ന് ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് അള്ളാഹു. നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാന്റെ അരികിലേക്ക് വമൻ ഖാഫ മഖാമ റബ്ബി, പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധ്യമുള്ള ഓരോരുത്തർക്കും, അങ്ങനെ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടണമെന്ന താല്പര്യമുള്ള ഓരോരുത്തർക്കും, ആ പടച്ച തമ്പുരാൻ ഔദാര്യമായി നൽകുന്ന സ്വർഗം അത് അനുഭവിച്ചറിയാൻ ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ഓരോരുത്തരും പടച്ച തമ്പുരാന്റെ അവന്റെ നിയമാവലികളെ ഈ ജീവിതത്തിന്റെ കാലയളവിനിടയിൽ അവൻ അത് കൃത്യമായി കൊണ്ടുപോയേ പറ്റൂ എന്നതാണ്. അതിനുവേണ്ടിയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള പഠനവും നരകത്തെക്കുറിച്ചുള്ള പഠനവുമൊക്കെ നമുക്ക് എപ്പോഴും നിലനിർത്തണം എന്ന് അള്ളാഹുവും റസൂലും നമ്മെ ഉണർത്തുന്നത്. സർവശക്തനായ അള്ളാഹു ഏറ്റവും അനുഭൂതിദായകമായ സ്വർഗത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പുലർത്താൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്നതാണ്. ആ കവാടങ്ങളിൽ ഏതിലെങ്കിലുമൊക്കെ പ്രവേശിക്കാനുള്ള ഭാഗ്യമാണ് സത്യവിശ്വാസി തേടേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി ചില കവാടങ്ങളെക്കുറിച്ച്. മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് നൂദിയ മിൻ അബ്വാബിൽ ജന്ന യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക്
സ്വർഗത്തിന്റെ ചില കവാടങ്ങളിലൂടെ അവരെ വിളിച്ചു കയറ്റുന്ന, അങ്ങനത്തെ അത് വിളിച്ചു കയറ്റാൻ വേണ്ടി മലക്കുകളെ നിയോഗിക്കുന്ന ഘട്ടങ്ങൾ. അതിൽ ഓരോരുത്തർ എണ്ണി പറയുന്ന കൂട്ടത്തിൽ ചിലരൊക്കെ എണ്ണി പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തന്റെ കുടുംബത്തെ, തന്റെ പ്രിയ പത്നിയെ, തന്റെ കുടുംബത്തെയൊക്കെ കൂട്ടിപ്പിടിച്ച് ജീവിക്കുന്ന, അവർക്കൊക്കെ നന്മ പറഞ്ഞു കൊടുത്തും അവർക്കൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന, സമ്പത്താവാം, ഇൽമാവാം, സംസ്കാരമാവാം, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ ഒരു സംസ്കാരം പഠിപ്പിക്കുന്നു, ദീന് പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഇങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ ഒരു കവാടം, വിശ്വാസിയായിരിക്കെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകം അവന് അനുവാദമുണ്ട്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ബാബു സ്വല, നമസ്കാരത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവർ, സുന്നത്തായ നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആ ഒരു വഴി അങ്ങോട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് നോമ്പുകാരന് പ്രത്യേകമായ ഒരു കവാടം പറയുന്നു, ബാബു റയ്യാൻ എന്ന കവാടം. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന, നോമ്പ് ഒരു സ്ഥിരമാക്കി ശീലമാക്കി മാറ്റുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഭൂതിയാണത്. ബാബു സ്വതക്ക നിർവഹിക്കുന്ന ആളുകൾ, എല്ലാ മാർഗത്തിലും സ്വതക്കയിൽ മുൻതൂക്കം കൊടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആ ഒരു വഴി തുറന്നു കൊടുക്കും. ഇങ്ങനെ ബാബു ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് വാതിലുകളെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, റസൂലെ, ആ എല്ലാത്തിലൂടെയും പ്രവേശിക്കാൻ ചിലർക്ക് കഴിയുമോ? അതെ, താങ്കൾ അങ്ങനെ എല്ലാത്തിലും പ്രവേശിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ എല്ലാത്തിലൂടെയും പ്രവേശിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഒരു വിശ്വാസി കഴിയേണ്ടതുണ്ട് എന്നതാണ്. ഖുർആൻ പറയുന്ന ഒന്നുകൂടെ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുന്ന ആളുകൾ അവരാവണം നമ്മൾ. അല്ലാഹ് പറയുകയാണ്, അവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കും. ഹത്താ ഇദാ ജാഊഹാ, അവരങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഫുതിഹത് അബ്വാബുഹാ, അവർക്ക് മുമ്പിൽ വാതിലുകളൊക്കെ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹാ, ആ വാതിലിന്റെ കാവൽക്കാരായ ആളുകൾ പറയും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ നിർവഹിച്ച നന്മക്ക്, നിങ്ങളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് സമാധാനം. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് പ്രവേശിക്കാം ആ ശാശ്വത ഭവനത്തിലേക്ക് എന്ന് അവിടെ ആ മാലാഖമാർ നമ്മെ വരവേൽക്കും എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. വിശ്വാസികളാണ് എങ്കിൽ വിശ്വാസമനുസരിച്ച് ജീവിക്കുകയും സൽക്കർമ്മ നിരതരാവുകയും രാവും പകലുമൊക്കെ ധർമ്മങ്ങളിലൂടെ, നമസ്കാരങ്ങളിലൂടെ, സ്വതക്കകളിലൂടെ നമ്മുടെയൊക്കെ ഈ പറഞ്ഞ ശ്രദ്ധ ഉണ്ടാവുകയും അങ്ങനെ മരിക്കുമ്പോൾ സ്വർഗം കിട്ടി മരിക്കണമെന്ന ഒടുങ്ങാത്ത ആഗ്രഹത്തിലൂടെ ജീവിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് അല്ലാഹുവും റസൂലും നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ ഗണത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും റഹ്മാനായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമെന്നാഥ. ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ, പോരായ്മകൾ നീ ഞങ്ങൾക്ക് പരിഹരിച്ച് മാപ്പാക്കി തരണമെന്നാഥ. അല്ലാഹുവേ, രോഗികളായ ഞങ്ങളെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, അവർക്കൊക്കെയും നീ സമാശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുവേ, സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. റഹ്മാനായ അല്ലാ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ നാഥ. അല്ലാഹുവേ, ഈ വിശ്വാസമനുസരിച്ച് ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കുവാനുള്ള തൗഫീഖ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات للأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله.